അപ്പോൾ ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ടുള്ള കോമൺ മോർമോൺ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന പാപ്പിലോണിഡെ ഫാമിലിയിൽപ്പെട്ട പാപ്പിലോ പോളിറ്റസ് എന്ന സ്പീഷീസാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പാപ്പിലോ പോളിറ്റസ് എന്ന് പറഞ്ഞ സ്പീഷീസിൻ്റെ പേരിട്ടത് ലിയനസ് ആണ്. അത് 1758 ഈ പേരിട്ടത്. ബംഗാളിൽ ഇതിന് കലിമ എന്ന് പറഞ്ഞൊരു പേര് കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നേറ്റീവ് പറയുകയാണെങ്കിൽ ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, ചൈന, തൈവാൻ, ജപ്പാൻ, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതായത് തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, പിന്നെ ഐലൻഡ്സ് ആയിട്ടുള്ള ആൻഡമാൻ നിക്കോബാർസ്, മാൽദീവ്സിലൊക്കെ തന്നെ കാണാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ കളർഫുൾ ബട്ടർഫ്ലൈ ഈ കോമൺ മോർമോൺ ബട്ടർഫ്ലൈസിൻ്റെ ഫീമെയിൽസ് ആണ്. ഇതിൻ്റെ മെയിൽസിന് ഇത്രയും കളറില്ല. മെയിൽസിനെ ഞാൻ ഈ വീഡിയോയുടെ എൻഡിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫീമെയിൽ ബട്ടർഫ്ലൈസിൻ്റെ പ്രെഡേറ്റേഴ്സ് പിടിക്കാതിരിക്കാനുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം കൂടിയാണ് ഈ കളർ. കാരണം ഇത് ഒരു ടോക്സിക് ബട്ടർഫ്ലൈ ആയിട്ടുള്ള ക്രിംസൺ റോസ് എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ ആയിട്ട് നല്ല മിമിക്കിംഗ് ആണ്. ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇത് പോളിനേഷന്, ബാക്കി എല്ലാ ബട്ടർഫ്ലൈസും പോലെ തന്നെ ഇത് പോളിനേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ തേൻ കുടിക്കുന്ന ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻറ്റാന, ഇക്സോറ, ജെട്രോഫ എന്നീ ഫ്ലവേഴ്സിൽ നിന്നാണ് ഇത് തേൻ കുടിക്കുന്നത്. അപ്പോൾ ആ ഫ്ലവേഴ്സിൻ്റെ പോളിനേഷന് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇനി ഇതിൻ്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് എടുത്ത് പോയി കഴിഞ്ഞാൽ IUCNൽ ലീസ്റ്റ് കൺസേൺഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സ്പീഷീസാണിത്. പിന്നെ ഇന്ത്യയിലുള്ള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 അണ്ടറിൽ ഒരു പ്രൊട്ടക്ഷനും ഇതിനില്ല ആസ് ഓഫ് നോ. അപ്പോൾ എല്ലാ ബട്ടർഫ്ലൈസ് പോലെ തന്നെയും ഇതിൻ്റെയും ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്, ലാർവ, പ്യൂപ്പ, അഡൽട്ട് സ്റ്റേജ്. ലാർവ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റർപില്ലർ സ്റ്റേജ്. അപ്പോൾ ഈ റുട്ടേഷ്യ ഫാമിലിയിലുള്ള പ്ലാന്റ്സിലാണ് കൂടുതൽ ഇത് മുട്ടയിടുന്നതും ലാർവ ഫീഡ് ചെയ്യുന്നതും അതിൻ്റെ ഇലകളൊക്കെ തന്നെയാണ്. അതായത് റുട്ടേഷ്യ എന്ന് പറയുമ്പോഴേക്കും സിട്രസ്, അതായത് നാരകം പോലെയുള്ള പ്ലാന്റ്സ്, പിന്നെ മുരായ, കൊയനിക്ക് എന്ന് വെച്ചാൽ കറിവേപ്പില. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ലിവിങ് കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഗാർഡനിലും ഓർക്കിഡ്സിലും ഫോറസ്റ്റുകളിലും പിന്നെ ലൈറ്റ്ലി വുഡഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ തന്നെ ഇതിനെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. എലിവേഷൻ ഒരു 200 to 1000 മീറ്റേഴ്സിന് ഇടയിലുള്ള എലിവേഷനിലാണ് കൂടുതലായിട്ടും ഇതിനെ കണ്ടുവരാറ്. പിന്നെ മോയിസ്റ്റ് എൻവയോൺമെൻറ്റ്സ് ആണ് ആൾക്കാർക്ക് താല്പര്യം മോയിസ്റ്റ് എൻവയോൺമെൻറ്റ്സിൽ ജീവിക്കാനാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ മെയിൽസ്. ഇതിൻ്റെ ലെഫ്റ്റ് വിങ്ങിൽ, ഈ ഒരു ബട്ടർഫ്ലൈയുടെ ലെഫ്റ്റ് വിങ്ങിൽ മാത്രമേ ആ ഒരു ടെയിൽ ഭാഗമുള്ളൂ. മറ്റേ വിങ്ങിൽ എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫീമെയിൽസിനെ കാണാനാണ് കൂടുതൽ ഭംഗി. പിന്നെ ഇതിൻ്റെ പ്രെഡേറ്റേഴ്സ് എന്ന് പറയുന്നത് കിളികൾ, പല്ലികൾ, എട്ടുകാലികൾ, അതുപോലെ തന്നെ കുളവികളൊക്കെ തന്നെ ഇതിനെ ഹണ്ട് ചെയ്യും. ഇതിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽസ് ഒരു ടോക്സിക് ബട്ടർഫ്ലൈനെ മിമിക് ചെയ്യും. അതുകൊണ്ട് അധികം പ്രെഡേറ്റേഴ്സ് അതിൻ്റെ അടുത്തേക്ക് പോകത്തില്ല. പിന്നെ ഒരു ഇറാറ്റിക് ഫ്ലൈറ്റ്, അതായത് വളരെ സ്വിഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്നുള്ള ഫ്ലൈസ് ചെയ്ത് എവിടെയും ഇരിക്കണേ ഞാൻ കാണാറില്ല. ഭയങ്കര സ്വിഫ്റ്റ് മൂവ്മെൻറ്റ്സ് ആണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ ലാർവേസ്, അതായത് കാറ്റർപില്ലേഴ്സ്, പക്ഷികളുടെ കാഷ്ടം പോലെയാണ് അതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമഫ്ലേജിങ് ആണ്. ഇനി ഈ കാറ്റർപില്ലേഴ്സിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഓസ്മെറ്റേറിയം എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട്. അതൊരു ഫൗൾ സ്മെല്ലിംഗ് ഗ്ലാൻഡ് ആണ്. നാരകത്തിൻ്റെ ഇലകളിലും കറിവേപ്പിലകളിലൊക്കെ ഇതിൻ്റെ ലാവേസിന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക. പിന്നീട് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ആയി മാറും. ആയപ്പോഴാണ് ഇതിൻ്റെ മെയിലിനെ കിട്ടിയത്. അതുകൊണ്ടാണ് ഇത് കുറച്ച് ബ്ലറായിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.